പ്രൈസ് ദി ലോർഡ്. വീണ്ടും വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരാം. കഴിഞ്ഞ ആഴ്ച ക്രിസ്തു സഭയുടെ കൂടിവരവ്, മണവാളന് ഒരുമിച്ച് മണവാട്ടിയുടെ കൂടിവരവിനെ കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ദ മാരേജ് ഓഫ് ദ ലാംബ് 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, അതാണ് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഇതൊരു പ്രസംഗമല്ല, ദൈവവചനത്തിന്റെ വേർഡ്സ് ബൈ വേർഡ്സ് ഉള്ള ഒരു സ്റ്റഡിയാണ്. ഇതിന്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഇതിന്റെ 11 മുതൽ 16 വരെയുള്ള 5 വാക്യങ്ങൾ നമുക്കിന്ന് വായിക്കാം. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ. എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായിട്ടുള്ള വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് അവൻ മെതിക്കുന്നു. രാജാധിരാജാവും കർത്താധികർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വീണ്ടും ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അവിടുത്തെ വചനത്തിനായി സ്തോത്രം. കർത്താവിന്റെ വചനത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ഈ കേട്ട വചനം അടിയങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായിരിക്കട്ടെ. ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ ഞങ്ങളുടെ കർത്താവിനോട് കൂടെ വരുന്ന ആളുകൾ ജീവിപ്പാൻ ഇതിന്റെ വിചിന്തനം ഞങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കേൾക്കണം പിതാവേ, ആമേൻ. രണ്ടാമത്തെ ഭാഗം നാം വായിക്കുന്നത്, വിഷയം ദ കിങ് ഈസ് കമ്മിങ്, രാജാവിന്റെ എഴുന്നള്ളത്ത്. നമുക്കറിയാം, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രചരണത്തിന്റെ തുടക്കം മുതൽ ഇതുവരെയും ക്രിസ്തു വിശ്വാസികള് വളരെ വാഞ്ചയോടെ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവമക്കൾ വീണ്ടും ജനിച്ച ഏതൊരു ദൈവത്തിനും വളരെ വാഞ്ചയോടെ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചു, അതിന് 2 പതനങ്ങളുണ്ട് ക്രിസ്തുവിന്റെ വരവിന്. ഒന്ന്, അവൻ മധ്യാകാശത്തിൽ വരുന്നു. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ രൂപാന്തരപ്പെടുന്നു, മരിച്ചുപോയവര് ഉയർത്തെഴുന്നേൽക്കുന്നു. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് മധ്യാകാശത്തിൽ എടുക്കപ്പെടുന്നു. അവിടെ 7 വർഷമായിരിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ സഭ കർത്താവിലൂടെ ആയിരിക്കുമ്പോൾ, ഈ ഭൂമിയിൽ സംഭവിക്കുന്ന സംഭവ പരമ്പരകള്, അല്ലെങ്കിൽ ട്രിബുലേഷൻ, ഗ്രേറ്റ് ട്രിബുലേഷൻ, ഇത് നാം യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഇത് യാക്കോബിന്റെ കഷ്ടകാലം, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭൂമിയിൽ സംഭവിക്കുവാൻ പോകുന്ന വീഴ്ചയെ കുറിച്ചാണ്, അല്ലെങ്കിൽ അവരുടെ ശിക്ഷയെ കുറിച്ചാണ് ഈ 7 വർഷത്തെ കാലാവധി എന്ന് നാം വിശ്വസിക്കുന്നത്. ഈ ലോകത്ത് നമുക്കറിയാം 3 വ്യത്യസ്ത രീതിയിലുള്ള മനുഷ്യർ ജീവിക്കുന്നുണ്ട്. 1, യഹൂദ ജാതി. 2, ദൈവമില്ലാത്ത ജാതികൾ. 3, ക്രിസ്തുവിന്റെ സഭ. ഇങ്ങനെ 3 വിധത്തിലുള്ള ജനങ്ങളാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. നമ്മെ സംബന്ധിച്ച് നാം പരിപൂർണമായിട്ട് ദൈവവചനത്തിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ക്രിസ്തു വിശ്വാസികളാണ്, അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാണ് ഞാനും നിങ്ങളും. അപ്പോൾ ഇത് നമുക്ക് വളരെയധികം സ്വീകാര്യമായിട്ടുള്ള ഒന്നായിരിക്കുമ്പോൾ, ലോകത്തിൽ അനേക മനുഷ്യര്, ഈവൻ സാമുദായിക സഭകൾ തന്നെ ഈ പുസ്തകത്തെ വിശ്വസിക്കാത്തവരായിട്ട്, അംഗീകരിക്കാത്തവരായിട്ട് വളരെയധികമുണ്ട്. സമുദായ സഭകള് ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ല എന്ന് നാം അവരുടെ അനേക സംഭവങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നറിയാം, നമ്മളുടെ കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഈ ലോകം ഭരിക്കുവാനായിട്ട് അല്പസമയത്തേക്ക് ചില കഴിവുകൾ കൊടുത്ത് സാത്താനെ ഇവിടെ പാർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ
അനേകരെ വഞ്ചിച്ച് ദൈവത്തിൽ നിന്ന് അന്യപ്പെടുന്ന ഒരു അനുഭവമാണ് ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവിന്റെ മണവാട്ടി കർത്താവുമായിട്ട് സ്വർഗത്തിൽ മീറ്റ് ചെയ്യുമ്പോൾ ഈ ഭൂമിയിൽ സംഭവിക്കുന്ന സംഗതികളാണ് ഈ ജനത്തിന്റെ കഷ്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യാക്കോബിന്റെ കഷ്ടകാലം. ഇതിന്റെ മധ്യത്തില് ദൈവം എങ്ങനെയാണ് നമ്മെ ഈ ലോകത്ത്, അല്ലെങ്കിൽ നാം നിൽക്കുന്ന ഉൽപ്രാവണത്തിന്റെ വക്കിൽ നിൽക്കുന്ന നമുക്ക് ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ച് ചിന്തനീയമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. എങ്ങനെയും ജീവിക്കുവാനായിട്ടില്ല, കർത്താവിനായിട്ട് മണവാളൻ യേശു വരുന്നില്ല, മണവാട്ടി വേഗം ഒരുങ്ങട്ടെ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു ജീവിത അനുഭവമാണ്, പ്രാവർത്തിക ജീവിതമാണ്. അതാണ് നാം കാണുന്ന ഈ ലോകത്തിലെ ക്രിസ്തു വിശ്വാസികളുടെ ജീവിതത്തെ കുറിച്ച് നാം ആഗ്രഹിക്കുന്നത്. ഇനിയും ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് വിവിധ നിലകളിൽ പ്രതിപാദിച്ചിരിക്കുന്നുണ്ട്. ഈ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ ഈ 1-ാം അധ്യായത്തിൽ, ഈ 19-ാം അധ്യായത്തിൽ എങ്ങനെയാണ് അവൻ എഴുതുന്നതെന്നും അവന്റെ ചില വിശേഷണ കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവന്റെ വരവിന്റെ രീതി, അല്ലെങ്കിൽ അവൻ എങ്ങനെയാണ്, അവൻ ഏത് രീതിയിലാണ് ഭൂമിയിലേക്ക് വരുന്നതെന്ന്. ഇതൊരു പുതിയ സംഭവമായിരിക്കുന്നില്ല. നാം വായിക്കുന്നത് അവന്റെ വരവിൽ യോഹന്നാൻ കാണുകയാണ്, ഞാൻ കണ്ടു ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവന്റെ സ്വഭാവത്തിന്റെ, അല്ലെങ്കിൽ വരുന്ന വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് നാം ഇവിടെ വായിക്കുന്നു. പല കാര്യങ്ങള് അതിനോടൊരുമിച്ച് നമുക്ക് തുടർന്ന് ചിന്തിക്കാം. അപ്പോൾ യോഹന്നാൻ കണ്ട സ്വർഗം തുറന്ന്, അടുത്ത സ്ക്രീനിലേക്ക് പോകാം. യോഹന്നാൻ കണ്ട സ്വർഗം തുറന്ന് യോഹന്നാൻ കണ്ട ഈ അനുഭവം ഇതാണ് നാം കാണുന്നത്. ഇനി അതിന്റെ നമുക്കറിയാം, ഈ ലോകത്തിലേക്ക് കർത്താവ് വരുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് നാം വായിക്കുന്നുണ്ട്. ഇവിടെ എന്താണ് അവൻ വായിക്കുന്ന ഉദ്ദേശം? അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. ലോകത്തിൽ ജീവിക്കുന്ന ജനത്തോട് പോരാടുവാനായിട്ട്, ലോകരാഷ്ട്രങ്ങളോട് പോരാടുവാനായിട്ട്, ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യരോടും പോരാടുവാനായിട്ട് അവൻ ലോകത്തിലേക്ക് വരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത്. 19-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നമ്മൾ അത് വായിച്ചത്. അതെന്താണ് കാരണം എന്ന് നമുക്കറിയാം. ഇന്ന് ഈ ലോകം കിടക്കുന്ന അവസ്ഥയെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടറിയാം. മനുഷ്യജാതി ഏതെല്ലാം നിലകളിലുള്ള പാപപ്രകൃതികളിൽ മുഴുകി ജീവിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഈ ലോകത്ത് ജീവിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും അത് വളരെ നന്നായിട്ടറിയാം. ഇങ്ങനെയുള്ള ജനത്തെ, ഇങ്ങനെ പാപപ്രകൃതികൾ മുഴുകി ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ജനത്തെ ദൈവം ന്യായവിധിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പോവുകയാണ്. അത് തന്റെ ജനമാകുന്ന, താൻ തിരഞ്ഞെടുത്ത ജീവിച്ചിരിക്കുന്ന ഇസ്രായേൽ ജനം മാത്രമല്ല, ലോകത്തിൽ ജീവിക്കുന്ന സർവ്വജനത്തോടും ദൈവം ഇടപെടുവാനായിട്ട് പോകുന്ന ഒരു സംഭവമാണ്. അതാണ് ഇന്ന് ലോകത്തെ വായിക്കുന്നത്. ലോകത്ത് നമുക്കറിയാം, മനുഷ്യനെ കൊല്ലുന്നു, പിടിച്ചു വരിക്കുന്നു, വഞ്ചിക്കുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചാരം ചെയ്യുന്നു, ബലാത്കാരം ചെയ്യുന്നു, ആണോട് അവിഷ്ണമായത് പ്രവർത്തിക്കുന്നു, പെണ്ണോട് അവിഷ്ണമായത് പ്രവർത്തിക്കുന്നു. ഇങ്ങനെ പ്രവർത്തിക്കുന്നവരിൽ നാം അവർക്കൊരു പങ്കാളിയായിട്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന വലിയൊരു കൂട്ടം ജനം. അതാണ് യെശയ്യാപ്രവാചക പുസ്തകം 5-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. സത്യത്തെ അസത്യമെന്നും നീതിയെ അനീതി എന്നും പറയുന്ന ഒരു ലോകം, ഈ ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അപ്പോൾ ഞാനും നിങ്ങളും എങ്ങനെ ജീവിക്കണമെന്നുള്ളതാണ് നാം ഇന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 21-ാമത്തെ അധ്യായത്തിന്റെ 25 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. എന്താണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ലൂക്കോസ് പറയുകയാണ്, ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ച് നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിന്റെ 25-ാമത്തെ വാക്യം മുതൽ, സൂര്യനിലും ചന്ദ്രനിലും ലക്ഷ്യങ്ങളുണ്ടാകും, കടലിന്റെയും ഓളത്തിന്റെയും മുഴക്ക നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. ആകാശത്തിന്റെ ഗതികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിക്കാൻ പോകുന്നുവെന്ന് പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. ഇത് ഞാൻ പറയട്ടെ ഒരിക്കൽ കൂടെ, ഇത് നമ്മെ കുറിച്ച് പറയുന്ന ഒരു വസ്തുതയല്ല. തീർച്ചയായിട്ടും നാം അത് മനസ്സിലാക്കിയിരിക്കണം. ജനത്തോട്, ലോകത്തോട് ദൈവം പറയും ഈ വാക്കുകൾ ഇന്ന് പറയുമ്പോൾ, ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലോകത്തിൽ നിന്ന് വേർപെട്ട വിശ്വാസം ജീവിക്കുന്നവനാണോ എന്നുള്ളത് ഞാൻ ചിന്തിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. അതാണ് ലൂക്കോസിന്റെ ഈ 21-ാം അധ്യായത്തിനകത്ത് വായിക്കുന്നത്. കാരണം മനുഷ്യന്
നിരാശയോടുകൂടിയ പരിഭ്രമം വന്നു ഭവിക്കുന്ന ഒരു കാലം, ഒരു സമയം, അതാണ് നാം ഇന്ന് കാണുന്നത്. നമുക്കറിയാം, ഇന്ന് ലോകത്ത് നോക്കിയാൽ വിശ്വാസികൾ വളരെ ഭയത്തോടെയാണ് കഴിയുന്നത്. ഭയം എന്ന് പറയുമ്പോൾ ഈ ലോകത്തിന് സംഭവിക്കാൻ പോകുന്ന വീഴ്ച ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധി ഈ ലോകത്തിന്റെ മേൽ വരുവാൻ പോകുന്നത് ഓർത്തുകൊണ്ടുള്ള ദുഃഖവും ഭാരവും നമ്മെ ഭരിക്കുകയാണ്. അതുകൊണ്ടാണ് നാം രാവും പകലും ദൈവത്തോട് നിലവിളിക്കുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുന്ന ജനങ്ങള് കർത്താവിന്റെ സന്നിധിയിൽ അഭയം കണ്ടെത്തുവാനായിട്ട് നാം പ്രാർത്ഥിക്കുന്നതിന്റെ ആവശ്യം എന്ന് പറയുന്നത് അതാണ്. അതല്ലെങ്കിൽ പിന്നെ നാം പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, ഈ കർത്താവ് വരുന്നത് സ്വർഗം തുറന്നിരിക്കുന്ന കണ്ടൊരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. ഇങ്ങനെ ഒരു കാഴ്ച നാം ഇതിന്റെ 6-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. വെള്ളക്കുതിരപ്പുറത്ത് പ്രത്യക്ഷനായിരിക്കുന്ന വേറൊരു വ്യക്തിയെ കുറിച്ച് നാം ഇവിടെ വായിക്കുകയാണ്. എന്താണ് അവിടെ വായിക്കുന്നത്? 6-ാം അധ്യായത്തില് 6-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങള് വായിക്കുന്നു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു, അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, അവനൊരു കിരീടവും ലഭിച്ചു, അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. ഈ വെള്ളക്കുതിരയുടെ പുറത്തിരിക്കുന്ന വ്യക്തിയാണ് അന്തിക്രിസ്തു എന്ന് പറയുന്നവന്. സാത്താൻ തന്റെ പ്രഭാവത്തോടു കൂടിയിട്ട് ഭൂമിയിൽ മനുഷ്യനെ വഞ്ചിക്കുവാനായിട്ട് വരുന്ന കാഴ്ച. ഇതാണ് വെള്ളക്കുതിര. അവൻ വി നോ ദാറ്റ് ഈസ് എ ഫേക്ക് ക്രൈസ്റ്റ്. ഇത് ലോകത്ത് മനുഷ്യനെ വഞ്ചിക്കുവാനായിട്ട് അവന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ രീതിയിൽ വഞ്ചിക്കപ്പെട്ടുകൊണ്ടാണ് ലോകം എന്ന് മുന്നോട്ട് പോകുന്നത്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്നുണ്ട്, ദൈവത്തിലെ ഭയക്കുന്നവരാകുകൊണ്ട് നാം ദൈവ വഴികളിൽ നടക്കുവാനായിട്ട് തൽപരരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന വസ്തു ഇതാണ്. അവന് ഈ 7 വർഷക്കാലം കർത്താവിന്റെ സഭ കർത്താവിനോടൊരുമിച്ച് മധ്യാകാശത്തിൽ ഇരിക്കുമ്പോൾ ഈ ലോകത്തിൽ മനുഷ്യന് സംഭവിക്കുന്ന സംഭവഗതികൾ ഇതൊക്കെയാണ്. ഇതിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ മാത്രമല്ല, വെളിപ്പാട് പുസ്തകത്തിൽ മാത്രമല്ല, നാം പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലും സെഖര്യാ പ്രവാചകന്റെ പുസ്തകത്തിലും യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലും ഒക്കെ ദൈവത്തിന്റെ ന്യായവിധി ഏതെല്ലാം നിലകളിൽ മനുഷ്യന്റെ മേൽ വന്ന് പതിക്കുവാൻ പോകുന്നുവെന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-2 വാക്യങ്ങൾ നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാം. സെഖര്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും കിട്ടുന്നവർക്ക് വേണമെങ്കിൽ വേഗത്തിൽ വായിക്കാം, അല്ലെങ്കിൽ ഞാൻ വായിക്കാം. സെഖര്യാ പ്രവാചകൻ അതിന്റെ 14-ാം അധ്യായത്തിന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിന്റെ പാതയിൽ പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും. ജനത്തിന് ശേഷിപ്പുള്ളവരും നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. എന്നാൽ യഹോവ പുറപ്പെട്ട് തന്റെ യുദ്ധ ദിവസത്തിൽ പൊരുതുന്നത് പോലെ ആ ജാതികളോട് പൊരുതും. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും മാറിപ്പോകും. എന്നാൽ മലകളുടെ താഴ്വര ആസ്ർ വരെ എത്തുന്നത് കൊണ്ട് നിങ്ങൾ എന്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും. യഹൂദ രാജാവായ ഉസിയാന്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പ ഹേതുവായി ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകും. ഇതായത് യഹൂദ ജാതിയോട് ദൈവം അരുളിച്ചെയ്യാണ്. അവർക്ക് സംഭവിക്കുവാൻ പോകുന്ന അതിഭയങ്കരമായിട്ടുള്ള ഒരു പീഡ എന്താണ്, അവരോട് മാത്രമാണോ എന്നാണ് ഇവിടെ വായിക്കുന്നത്. അവിടെ ഞാൻ സകല ജാതികളെയും യെരൂശലേമിന് അവിടെ യുദ്ധത്തിനായി കൂട്ടിവരുത്തും. അപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ലോകരാഷ്ട്രങ്ങളെ, ഇന്ന് ശക്തിമത്തായിരിക്കുന്ന പല രാജ്യങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഹർമഗദോൻ എന്ന സ്ഥലത്തേക്ക് ഈ സർവ്വജനത്തെയും ദൈവം തന്നെ കൂട്ടിക്കൊണ്ടുവരികയാണ്. പക്ഷെ അവരെ കൂട്ടിക്കൊണ്ടുവരുവാന് ഈ അന്തിക്രിസ്തുവാണ് ശ്രമിക്കുന്നത്. അവനാണ് പ്രലോഭനങ്ങളാൽ ഇവരെയൊക്കെ കൂട്ടിവരുത്തുന്നത്. നിങ്ങൾക്ക് ധാരാളം സമ്പത്തിന്റെ ഉടമകളായി തീരാമെന്നുള്ള പ്രലോഭനം സകല ലോകരാഷ്ട്രങ്ങൾക്കും കൊടുത്തിട്ട്, ഞാനത് പറയുമ്പോൾ വെറുതെ എന്തെങ്കിലും പറയുകയില്ല, വേദോസത്തിന്റെ വീടുകളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടൊന്നും പോകാൻ എനിക്ക് സമയമില്ല, ഈ ചുരുങ്ങിയ സമയം കൊണ്ടൊന്നും പറഞ്ഞു നിർത്താനെ കൊണ്ട് സാധിക്കത്തുമില്ല. അപ്പോൾ ഇവരുടെ മടങ്ങി വരവ്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിനായിട്ട് കർത്താവ് വരുമ്പോൾ എവിടെ നിന്ന് അവൻ ഉത്പ്രാപണം ചെയ്തു, അല്ലെങ്കിൽ സ്വർഗാരോഹണം ചെയ്തുവോ അതേ സ്ഥലത്തേക്ക് അവൻ വീണ്ടും ഭൂമിയിൽ ന്യായവിധി നടത്തുവാനായിട്ട് വരുമെന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിലും അത് തന്നെയാണ് വായിക്കുന്നത്. വെള്ളക്കുതിരപ്പുറത്ത് അവൻ ഇറങ്ങി വരുന്നത് അവൻ ഒരു ബലഹീനനായ മനുഷ്യനായിട്ടൊന്നുമല്ല. അവന്റെ വരവിന്റെ അതിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ എത്രമാത്രം ഗാംഭീര്യത്തോടുള്ള ഒരു വരവാണ് ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതെന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. നമുക്ക് അതിന്റെ 9-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചു നോക്കാം. നാം ഇവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? യഹോവ സർവഭൂമിക്കും രാജാവാകും. അന്നാളിൽ യഹോവ ഏകനും
അവന്റെ നാമം ഏകവുമായിരിക്കും. ഏകനായ ദൈവം, ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ജാതിക്കും ഒരു മനുഷ്യനും അവന്റെ മുമ്പാകെ നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. എത്ര മഹാനായ ഭരണാധികാരി ആയിക്കൊള്ളട്ടെ, എത്ര വലിയ ഭരണതന്ത്രത്തിനായിക്കൊള്ളട്ടെ, എത്ര വലിയ സൈന്യാധിപനായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അവന്റെ മുമ്പാകെ ഏതുമില്ലാത്ത ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഈ ക്രിസ്തുവിന്റെ പ്രഭയിൽ നിഷ്പ്രഭനായി കർത്താവിന്റെ സന്നിധിയിലെ പ്രഭയില്ലാത്ത ഒരു അനുഭവത്തിൽ ലോകജാതികളായി തീരും. അതാണ് 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. യഹോവ സർവഭൂമിക്കും രാജാവാകും. ഇതാണ് വാഗ്ദത്തം. ഇത് ഇന്നലെയും എന്ന് പറഞ്ഞൊരു വാഗ്ദത്തമല്ല. യുഗങ്ങൾക്ക് മുമ്പ്, 1000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവമായ യഹോവ തന്റെ ദാസന്മാരോട് വാഗ്ദത്തം ചെയ്താണ്, നിനക്ക് വേണ്ടി ഞാൻ സ്ഥാപിക്കാൻ പോകുന്ന ഒരു രാജ്യം. അതിനായി കാത്തിരിക്കുന്ന വലിയൊരു കൂട്ടം ജനങ്ങള് പഴയ നിയമകാലത്തുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നാം ജീവിക്കുമ്പോൾ ഒന്ന് നമുക്കറിയാം, നമ്മുടെ കർത്താവ് പ്രത്യക്ഷപ്പെടുവാനായിട്ടായിരിക്കുന്നു. അതാണ് നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള ആ പ്രത്യാശ നമുക്കുള്ളത്. അതുകൊണ്ടാണ് അവന്റെ വരവിനായിട്ട് നാം നോക്കിപ്പാർക്കുന്നു എന്ന് പറയുന്നത്. ഏകനായ ദൈവം രാജ്യം സ്ഥാപിക്കുവാനായിട്ട് കടന്നു വരുന്ന രാജാധിരാജാവും കർത്താധികർത്താവുമായവൻ, അവൻ ഈ ലോകത്തെ ഭരിക്കുമ്പോൾ നീതിയും ന്യായം ഉണ്ടായിരിക്കും. അന്യായം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന, അവിഹിതമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തെ ദൈവം ശുദ്ധീകരിക്കുവാനായിട്ടാണ് ഭൂമിയിലേക്കുള്ള തന്റെ 2ാമത്തെ വരവ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ കാര്യത്തെക്കുറിച്ച് ലോകത്തിൽ ഒരു മനുഷ്യന് പോലും അറിവില്ല എന്നുള്ളത് ദൈവവചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹൂദ ജാതി കാത്തിരിക്കുന്ന മെശിഹായെ കുറിച്ച് നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തപ്പോൾ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യത്തിൽ അവർ ചോദിക്കുകയാണ്, ആ നാളും നാഴികയെ സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ പുത്രനും കൂടെ അറിയുന്നില്ല. കാരണം അവർ ചോദിച്ചു, അവന് ദൈവാലയത്തിന്റെ മഹിമയൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ ചോദിച്ചു, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ലുകളെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു പറഞ്ഞു. അവൻ ഒരുവരെയിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചവന്റെ അടുക്കൽ വന്ന് അതെപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമെന്ത് എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അവരുടെ അപേക്ഷ കർത്താവ് കേട്ടു. അവരോട് പറയുകയാണ്, ഇത് നിങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് കർത്താവിന്റെ യഹോവയായ ദൈവം തന്റെ പരിധിയിൽ വെച്ചിരിക്കുന്ന ഒരു വലിയ സംഭവമാണ്. ഇതിനെക്കുറിച്ച് വെളിപ്പെടുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കുന്നത്. എനിക്ക് നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് ഭാരപ്പെടുവാൻ ഒരു പക്ഷേ ആവശ്യമില്ലായിരിക്കാം. പക്ഷെ ഇന്ന് ജീവിക്കുന്ന ഞാനും നിങ്ങളും തീർച്ചയായിട്ടും ഭാരത്തോടെ കഴിയേണ്ട ഒരു ലോകമാണിത്. കാരണം നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരിക്കലും ചെറുതല്ല. കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷയാണ്. സർവ്വലോകത്തിലും കടന്നുപോയിട്ട് സുവിശേഷം അറിയിക്കുക എന്നുള്ള ആ വലിയ ദൗത്യം. ഇത് നമ്മുടെ ജോലിയാണ്. അത് നാം ചെയ്യുന്നില്ല എന്ന് വരികിൽ ഒരു ദിവസം ദൈവസം ഏൽക്കുമ്പോൾ നമുക്ക് ലജ്ജിക്കേണ്ടതായിട്ട് വരും. പ്രിയമുള്ളവരെ, 24-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തില് കർത്താവിന്റെ ആ വരവിൽ സംഭവിക്കാൻ പോകുന്ന വേറെ ചില കാര്യങ്ങൾ കൂടെ മത്തായിയുടെ ആ 24-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. എന്താണ് നമ്മൾ വായിക്കുന്നത്? 24:30. മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്തിൽ വിളങ്ങും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രളയിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും വരുന്നത് കാണും. അവൻ തന്റെ ദൂതന്മാരെ മഹാരാധനയോടും കൂടെ അയക്കും. അവൻ അവന്റെ ദൂതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അതുവരെയും 4 ദിക്കിൽ നിന്ന് കൂട്ടി. നോക്കുക, നമ്മുടെ കർത്താവിന്റെ 2ാമത്തെ പ്രത്യക്ഷത ഭൂതലത്തിലേക്കുള്ള തന്റെ വരവിന്റെ ചില പ്രത്യേകതകളാണ് നമ്മൾ വായിക്കുന്നത്. അവൻ ആദ്യം വന്നപ്പോൾ അവൻ ബലഹീനനായിരുന്നു. നമുക്ക് അവിടേക്ക് പിന്നീട് വരാം. എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് അവന്റെ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട്, ഇത് യഹൂദ ഗോത്രങ്ങളെ കുറിച്ച് നമ്മുടെ കർത്താവ് പറയുന്ന ഒരു വസ്തുതയാണ്. കാരണം ഞാനും നിങ്ങളും ഇവിടെ ഇല്ല. നമുക്ക് ഇങ്ങനെ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുവാനായിട്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ജീവിതം ഏത് രീതിയിലായിരിക്കണമെന്നുള്ളത് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാം, അനേക ദൈവവചനങ്ങള്, വാക്യങ്ങള് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തെ ദൈവമഹത്വത്തിനായിട്ട് ക്രമീകരിക്കാൻ എങ്ങനെ ക്രമീകരിക്കണം എന്നുള്ളതിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് കടന്നു പോകാം. കർത്താവിന്റെ ആദ്യത്തെ വരവിനും 2ാമത്തെ വരവിനും തമ്മിലുള്ള ചില പ്രത്യേക വിശേഷണങ്ങൾ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക. കർത്താവിന്റെ 1ാമത്തെ വരവ്
അവന് 21 മത്തായി സുവിശേഷം 21 അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തില് അവന്റെ വരവിനെ കുറിച്ച് പറയുന്നത്, സിയോൻ പുത്രി, നിന്റെ രാജാവ് സൗമ്യനായിട്ട് കഴുതപ്പുറത്ത് കയറി വരുന്നു. വായിച്ചു നോക്കുക, വേണമെങ്കിൽ വായിക്കാം, എങ്കിലല്ലേ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയുള്ളൂ. സിയോൻ പുത്രി, നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്ത് കയറി വരുന്നു. അങ്ങനെയാണ് അവന്റെ ആദ്യത്തെ വരവ്. 21-ന്റെ 7-ാമത്തെ വാക്യം എന്നാണ് പറയുന്നല്ലേ. 4-ാമത്തെ വാക്യം, സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്ത് വാഹനമൃഗത്തിന്റെ കുട്ടിയുടെയും പുറത്ത് കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറഞ്ഞു. കർത്താവ് വരുന്നത് ഒരു ബലഹീനനെ പോലെയാണ്. അവൻ യെരൂശലേം ദേവാലയത്തിലുള്ള വരവിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ 19-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്ന എന്താണ്? അവൻ സൗമ്യനായിട്ടുള്ള വരുന്നത്. അവന് വരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, അവൻ പോരാടുവാനായിട്ട് നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ വരവിന്റെ ഉദ്ദേശം മേക്കിംഗ് വാർ വിത്ത് ദ പീപ്പിൾ. ഈസ് റൈഡിംഗ് ഓൺ എ വൈറ്റ് ഹോഴ്സ്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 19-ാം അധ്യായത്തിന്റെ 41 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നമ്മൾ വായിക്കുന്ന എന്താണ്? 19-ാം അധ്യായത്തിന്റെ ലൂക്കോസിന്റെ 19-ാം അധ്യായത്തിന്റെ 41 മുതലുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിന് വന്ന് നീയും അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴും അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. മതി. അതായത് അവന്റെ ആദ്യത്തെ വരവിൽ അവൻ ഇസ്രായേലിനെ നോക്കി കരയുകയാണ്, അവരുടെ ജീവിതത്തെ നോക്കി. എന്തിനാണ്? അവർ ജീവനുള്ള ദൈവത്തെ വിട്ടിട്ട് അന്യ ദൈവങ്ങളിലേക്ക് പോയപ്പോൾ, അവൻ വിഗ്രഹങ്ങളോട് നിലവിളിച്ചപ്പോൾ, അത് നിന്റെ ആ അവസ്ഥയെ നോക്കിക്കൊണ്ട്, കാരണം സത്യമറിയേണ്ട ഒരു ജനമായിരുന്നു യഹൂദജാതി, ദൈവത്തിന്റെ എഴുതപ്പെട്ട നിയമങ്ങള് അവന്റെ കയ്യിലായിരുന്നു. അവനായിരുന്നു എല്ലാ നിയമങ്ങളും ഉള്ളത്. എന്നാൽ ആ നിയമങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കാതെ വണ്ണം അവൻ വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ ആശ്രയിച്ചുവെന്ന് നാം വായിക്കുന്നു. ഇതായിരുന്നു അവരുടെ അനുഭവം എന്ന് പറയുന്നത്. അതിനെ നോക്കിയാണ് കർത്താവ് കരയുന്നത്. അവൻ കരയുന്നവനായിട്ടാണ് കടന്നു വന്നൊരിയില് നാം വായിക്കുന്ന ആ 19-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തില് നാം വായിക്കുന്ന എങ്ങനെയാണ് അവന്റെ കണ്ണിനെ കുറിച്ച് വായിക്കുന്നത്? അവന്റെ കണ്ണ് അഗ്നിജ്വാല. അവന്റെ മുമ്പാകെ നിൽപ്പാൻ ആർക്ക് സാധിക്കും? വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിൽ ഇതിനും വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവിന്റെ ശക്തിയെക്കുറിച്ചും അവന്റെ പ്രഭാതത്തെക്കുറിച്ചും അവന്റെ മഹത്വത്തെക്കുറിച്ചും അവന്റെ പ്രഭാവത്തെക്കുറിച്ചും ഒക്കെ നാം വായിക്കുമ്പോൾ അവൻ എങ്ങനെയുള്ളവനായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. അവിടെ ഒന്നും പോകാനായിട്ട് എനിക്ക് സമയമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് ഒരു ബലഹീനനായ വ്യക്തിയല്ല, മറിച്ച് അവൻ സർവ്വസൈന്യാധിപനാകുന്ന ഒരു രാജാവാണ്, കർത്താവാണ്. അതാണ് അവനെ കുറിച്ച് നാം വായിക്കുന്നത്. അവന്റെ കണ്ണുകൾ എരിയുന്ന തീജ്വാലയ്ക്ക് സമമായിരിക്കുന്ന ഒരു അനുഭവമാണ് അവൻ ഭൂമിയിലേക്ക് രണ്ടാമത് വരുമ്പോൾ. ഇനിയും മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവന്റെ തലയില് അവർ മുൾക്കിരീടം വെച്ചാണ് അവനെ ക്രൂശിക്കുവാനായിട്ട് കൊണ്ടുപോയെന്നാണ് നാം വായിക്കുന്നത്. 27-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, അവന് ചുവന്ന മേലങ്കി ധരിപ്പിച്ച് മുള്ളുകൊണ്ടൊരു കിരീടം മടഞ്ഞ് അവന്റെ തലയിൽ വെച്ചു. മുള്ളുകൊണ്ടുള്ള ഒരു കിരീടധാരിയായിട്ടാണ് നമ്മുടെ കർത്താവിനെ മത്തായിൽ കാണുന്നത്. എന്നാൽ നമ്മുടെ കർത്താവിനെ നാം ഈ വെളിപ്പാട് ദിവസം 19-ാം അധ്യായത്തിൽ കാണുന്നത് അങ്ങനെയല്ല. അവനെ കുറിച്ച് പറയുന്നത് തലയിൽ അനേകം രാജമുടികളുള്ളവനായിട്ട്, അനേക ക്രൗൺസ്. കർത്താവിന്റെ തലയിൽ അവന്റെ രാജത്വത്തിന്റെ പ്രഭയെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവന്റെ ശക്തി പ്രഭാവം എന്ന് പറയുന്നത് ലോക മനുഷ്യർക്കാർക്ക് ഊഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതാണ് ഇന്ന് നാം നമ്മുടെ മനതാരില് നമ്മുടെ ആത്മീയ കണ്ടുകൊണ്ട് നാം അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. അവൻ ബലഹീനനല്ല, അവൻ രാജാവാണ്, അവന്റെ തലയിൽ അനേകം രാജമുടികളുണ്ട്. അങ്ങനെ ഒരു പ്രത്യക്ഷതയാണ് രണ്ടാമത്തെ വരവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിലെല്ലാം ഇങ്ങനെ വായിക്കുന്നു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും പറഞ്ഞു. അവരുടെ ഇഷ്ടപ്രകാരം, യഹൂദജാതിയുടെ ഇഷ്ടപ്രകാരം നമ്മുടെ കർത്താവിനെ ക്രൂശിക്കുമ്പോൾ, അവനെ ചാട്ടുവാർ കൊണ്ട് അടിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് തെറിച്ച രക്തങ്ങൾ അവനെ ഉപദ്രവിച്ചവരുടെ മേൽ വീണിരുന്നു. അവന്റെ രക്തം നിങ്ങളുടെ മേൽ വരുമെന്ന് അവർ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിന്റെ രക്തം, അവന്റെ രക്തം
ഞങ്ങളുടെ പേരും ഞങ്ങളുടെ മക്കളുടെ പേരും വീഴട്ടെ എന്ന് വീണില്ലേ? കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് അവർ അനുഭവിക്കുകയാണ്. ദൈവത്തിന്റെ ന്യായവിധിയിൽ കൂടെ അവർ കടന്നു പോവുകയാണ്. അവർ ഇന്നും കടന്നു പോവുകയാണ്. ഞാനിത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവർ കടന്നു പോകുന്ന അനുഭവം എന്ന് പറയുന്നത് അതിഭയാനകമാണ്. പലരും അവരെ സഹായിക്കാനായിട്ട് നിൽക്കുന്നു. അമേരിക്കയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, യൂറോപ്പിലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഓർത്ത് ഒരുപക്ഷെ അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. ഇങ്ങനെ ഒരു ബലഹീനമായ അനുഭവത്തിലായിരുന്നു അന്ന് നമ്മുടെ കർത്താവ് ജീവിച്ചിരുന്നത്. എന്നാൽ ഈ 19-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ നാം കാണുന്നത് എന്താണ്? അവൻ രക്തം തളിച്ച ഒരു ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവൻ രക്തം തളിച്ചിരിക്കുന്ന ഉടുപ്പ് ധരിച്ചിരിക്കുകയാണ്. ഈ രക്തം ആരുടേതാണെന്ന് അറിയാമോ? ഇത് അവന്റെ ശത്രുക്കളുടെ രക്തമാണ്. ലോകത്തിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഒരു ദിവസം അവനെ ചാട്ടുവാറുകൊണ്ട് അടിച്ച് അവന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയ രക്തം, അത് പാപികളുടെ രക്തമായിരുന്നു. ഇന്നും കർത്താവിന്റെ രക്തമായിരുന്നാൽ ഇന്ന് പാപികളുടെ രക്തം അവന്റെ മേൽ വീഴുവാനായിട്ടിടയായി. കാരണം ഇവരെ ന്യായവിധിക്കുവാൻ വരുമ്പോൾ അവന്റെ രീതിയെ കുറിച്ചാണ് നാം വായിക്കുന്നത്. അവന്റെ വായിൽ നിന്ന് പോരാടുന്ന വാള്, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വാക്ക്, ന്യായവിധിയുടെ വാക്കുകൾ. ഒരുപക്ഷെ നമ്മുടെ കർത്താവിന് അവനെ പിടിച്ചപ്പോഴും അവനെ ഉപദ്രവിച്ചപ്പോഴും അവർക്കെതിരായിട്ട് ശബ്ദമുയർത്തുവാനായിട്ട് നമ്മുടെ കർത്താവിന് സാധിക്കുമായിരുന്നു. എന്നാൽ പ്രവാചകൻ പറയുന്ന പോലെ അവൻ അറുക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ, രോഗം കത്തിരിക്കുന്ന മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ അവൻ മിണ്ടാതെയിരുന്നു. എന്നാൽ അവൻ ഇനിയും വരുമ്പോൾ അവൻ മിണ്ടാതെയല്ല വരുന്നത്. അവന്റെ വായിൽ നിന്നുള്ള വാക്കുകളുടെ ശബ്ദം ലോക ജനതയെ മുഴുവനായിട്ട് ന്യായം വിധിക്കുകയും ദൈവത്തിന്റെ ന്യായവിധിയിൽ മനുഷ്യന് ഉരുകിത്തീരുകയും ചെയ്യും. അവന്റെ വാളുകൊണ്ട്, അവന്റെ വായിലെ വാക്കുകൊണ്ട്, അവന്റെ ശബ്ദം കൊണ്ട് അവൻ അരുളി ചെയ്യുമ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ അതുപോലെ ലോകജാതിക്ക് വീഴ്ച സംഭവിക്കുവാനായിട്ട് പോവുകയാണ്. സകലത്തെയും തന്റെ ശക്തിയുള്ള വാക്കുകൊണ്ട് അവൻ ഉൽപ്പത്തിയിൽ ഉളവാക്കിയെന്ന് വരികിൽ സകലത്തെയും അവന്റെ ശക്തിയുള്ള വാക്കുകൊണ്ട് ലോകത്തെ അവൻ ന്യായം വിധിക്കും. ആർക്കും അവന്റെ സന്നിധി നിൽപ്പാൻ സാധിക്കാതെ വണ്ണം അവന്റെ ന്യായവിധി മനുഷ്യന്റെ മേൽ വീഴുമെന്നുള്ളതാണ് നാം ഇവിടെ വായിക്കുന്നത്. അപ്പോൾ ഈ 2 അനുഭവങ്ങള്, അവന്റെ 1-ാമത്തെ വരവില് അവൻ അനുഭവിക്കുന്ന അനുഭവം, അവന്റെ 2-ാമത്തെ വരവിൽ ലോകം കണ്ട് അനുഭവിക്കുവാൻ പോകുന്ന ദൈവത്തിന്റെ ന്യായവിധി. കാരണം അവൻ ഈ 2ാമത് വരുവാൻ പോകുന്നത് അവനൊരു ബലഹീനനായിട്ടല്ല, അവൻ കഴുതപ്പുറത്തല്ല, അവൻ കരഞ്ഞുകൊണ്ടല്ല, അവന് മുൾക്കിരീടം ധരിച്ചവനായിട്ടല്ല, അവൻ രക്തം ചൊരിയുന്നവനായിട്ടല്ല, മറിച്ച് അവൻ മറ്റുള്ളവർ രക്തം ചിഹ്നിക്കുന്നവനായിട്ട്, അവൻ അനേക രാജമണികൾ ധരിച്ചവനായിട്ട്, തീജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായിട്ട് അവൻ വെള്ളക്കുതിരപ്പുറത്ത് ലോകത്തിലേക്ക് വരുവാൻ പോവുകയാണ്. അതാണ് നമ്മുടെ കർത്താവിന്റെ ഇന്നത്തെ സ്വഭാവം എന്ന് പറയുന്നത്. അവൻ വരുന്നു, അവൻ വേഗം വരും. ഇത് നാം പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ അവന്റെ വരവിനെ നാം പ്രതീക്ഷിക്കുന്നൊന്നുമല്ല, ലോകം പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷയാണ് അവന്റെ വരവിനായിട്ട്. കാരണം ഈ സംഭവം നടക്കുമ്പോൾ വീണ്ടും ഓർക്കുക, ഞാനും നിങ്ങളും നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലാണ്. നമ്മുടെ യോഹന്നാൻ അപ്പോസ്തലന് ഈ സ്നേഹവാനായ ഈ കർത്താവിന്റെ സ്വഭാവം അവൻ തന്റെ കണ്ണുകൊണ്ട് ദർശിച്ചു. അതാണ് നാം കാണുന്നത്. അടുത്ത് നമുക്കറിയാം, ഈ ലോകത്ത് അനേകർ വിശ്വസിക്കുന്നില്ല, അനേകർക്ക് ഇതൊരു പുച്ഛമാണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് നാണക്കേട് പോലെയാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവകരമായിരിക്കുന്ന നമുക്ക് ഇത് പ്രത്യാശയുടെ വാക്കുകളാണ്. എനിക്കറിയാം, ഞാൻ എയർഫോഴ്സിൽ ജോലി ചെയ്തിരിക്കുന്ന കാലത്ത് മൈലപ്രായിൽ തന്നെയുള്ള ഒരു വ്യക്തി എന്നോട് ഒരുമിച്ച് എയർഫോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് ആദ്യം യാക്കോപ്പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ കർത്താവിനെ അറിയുവാനും അങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ അഭയം കണ്ടെത്തുവാനും ഇടയായപ്പോൾ അന്നെന്റെ സ്നേഹിതനായിരുന്ന ഈ പ്രിയപ്പെട്ടവന് എന്നെ വെറുക്കുവാനായിട്ട് തുടങ്ങി. പിന്നെ എന്നെ കണ്ടാൽ മിണ്ടുകയില്ല. ഒരു ദിവസം ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാനായിട്ട് ഇടയായി. ഞാൻ ചോദിച്ചു, ആയി തോമസേ, എന്തുകൊണ്ട് വിശേഷം? എനിക്ക് നിന്നോട് സംസാരിക്കണ്ട. എന്താണ് കാരണം? നീ എന്റെ പള്ളി വിട്ടുപോയി, ഞങ്ങളുടെ പള്ളി വിട്ടുപോയില്ലേ, അതുകൊണ്ട് എനിക്ക് നിന്നോട് സംസാരിക്കണ്ട. അപ്പോൾ ഞാൻ ചോദിച്ചു, ദൈവവചനത്തിൽ ചില സത്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവ് ലോകത്തില് വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു, നമുക്ക് വേണ്ടി ഭവനം ഒരുക്കുവാൻ പോയിരിക്കുന്നു. അത് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ചോദിച്ചു, പിന്നെ നീ എന്തിനാണ് വെറുതെ എന്നെ വെറുക്കുന്നത്? ദൈവവചനത്തെ കുറിച്ച് നിനക്ക് അറിവില്ല, അത് വിശ്വസിക്കുന്നില്ല. കർത്താവ് അല്ല ചെയ്ത് പോയതാണ്. ഞാൻ ഭവനമൊരുക്കി വേഗം നിങ്ങൾ എന്റെ അടുക്കൽ ചേർക്കുമെന്ന് അത് വിശ്വസിക്കുവാൻ നിനക്ക് സാധ്യതയില്ല. പിന്നെ എന്തിനാണ് നീ എന്നെ വെറുക്കുന്നതെന്ന്
ഞാൻ പ്രിയപ്പെട്ടവരോട് ചോദിച്ചു, പ്രിയമുള്ളവരെ, ഇത് ലോകത്ത് ജീവിക്കുന്ന ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവരുടെ കാഴ്ചയാണ്. നിങ്ങൾ ചോദിച്ചു നോക്കുക, നിങ്ങൾ സമുദായക്കാരായ എത്രയോ വ്യക്തികളോട് കൂട്ടിച്ചേർന്ന് പോകുന്നവരാണ്, അവരോട് ചോദിച്ചു നോക്കുക, കർത്താവ് വന്നാൽ ഇന്ന് നിങ്ങൾ അവരോട് ഒരുമിച്ച് എടുക്കപ്പെടുമെന്ന് ചോദിക്കുക, അവരുടെ ഉത്തരം എന്താണെന്ന് നിങ്ങൾ തന്നെ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. നമ്മുടെ കർത്താവ് വേഗം വരുവാൻ പോകുന്നു. രണ്ടാമത് കർത്താവ് ഈ ഭൂതലത്തിലേക്ക് വരുമ്പോൾ നാം ഏകനായിട്ടല്ല, അവൻ ആദ്യം വന്നിട്ട് പോയപ്പോൾ അനേക ആശ്വാസ വാക്കുകൾ പറഞ്ഞിട്ടാണ് അവൻ പോയിരിക്കുന്നത്. കാരണം അവൻ ലോകത്തിൽ രാജാവായിട്ട് ന്യായം വിധിക്കുവാനായിട്ട് അവൻ ലോകത്തിലേക്ക് വരുവാൻ പോകുന്ന നമ്മളുടെ രാജാവും കർത്താവുമാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ പരമസത്യങ്ങളൊക്കെ എന്തിന് കർത്താവ് യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാണ് കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ തന്റെ മാതാവിനെ യോഹന്നാന്റെ കയ്യിൽ ഏൽപ്പിച്ചതെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാനൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. ഇന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തിനാണ് കർത്താവ് തന്റെ മാതാവിനെ തന്റെ സഹോദരന്മാർക്ക് അല്ലെങ്കിൽ യാക്കോബിനോ അല്ലെങ്കിൽ യൂദാസിനോ ഏൽപ്പിച്ചു കൊടുക്കാതെ, യൂദാസ് എന്ന് പറയുമ്പോൾ യൂദാ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചാണ് കേട്ടോ, അല്ല യൂദാസ് എന്ന് പറയുന്നത് ഒറ്റിക്കൊടുത്തവനല്ല. അപ്പൊ യൂദാസിനെ ഏൽപ്പിക്കാതെ ഈ യോഹന്നാനെ പിടിച്ചിട്ട് ഇതാ നിന്റെ മാതാവ് എന്ന് പറഞ്ഞത്. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുകയാണ്, വരുവാൻ പോകുന്ന നാളുകളിൽ യാക്കോബും യൂദാസും ഇവരെ ദൈവത്തിന്റെ ന്യായവിധി അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ശത്രു അവരെ കൊന്നുമുടിക്കുവാനായിട്ട് ഉള്ളതുകൊണ്ട് അവരെ സൂക്ഷിക്കുവാനായിട്ട് വളരെ ദീർഘായുസോടുകൂടെ ജീവിക്കുവാനായിട്ട് വാഗ്ദത്തം ചെയ്തിരുന്ന യോഹന്നാനെ തന്നെ തന്റെ മാതാവിനെ ഏൽപ്പിക്കുവാനായിട്ട് ഇടയായി എന്ന് ഞാൻ പലപ്പോഴും അതിനെക്കുറിച്ചാണ് ഞാൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവ് ദൈവജനത്തിന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വസ്തുതയാണ്, അവൻ തന്റെ ജനത്തെ ചേർക്കുവാനായിട്ട് വീണ്ടും വരും. അങ്ങനെ ഒന്ന് വന്ന് അവരോടൊരുമിച്ച് ആയിരിക്കുകയും വീണ്ടും അവരോടൊരുമിച്ച് ലോകത്തിലേക്ക് നാം കടന്നു വരികയും ചെയ്യും. അപ്പോൾ പഴയ നിയമത്തിന്റെ ഏഴുകളില് എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികളും ആശയോടെ കാത്തിരുന്ന രാജാവ് ഭൂമിയില് രണ്ടാമത് വരികയാണ്. ഇവന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ് ഞാനും നിങ്ങളും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഇസ്രായേലിൽ നടക്കുന്ന യുദ്ധം, പാലസ്തീന് വേണ്ടിയിട്ടുള്ള ആ ഭയങ്കരമായിട്ടുള്ള യുദ്ധം. എന്തിന്? അങ്ങനെ ഒരു നാമം പോലും ഭൂമിയിൽ ഇല്ലാതിരുന്ന കാലത്ത് ഇസ്രായേൽ ജീവിച്ചിരുന്ന, അവർക്ക് വാഗ്ദത്തം ചെയ്തിരുന്ന ദേശത്തെ അപഹരിക്കുവാനായിട്ട് ലോകരാഷ്ട്രങ്ങൾ എന്ന് ഒരുങ്ങി നിൽക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാം, നമ്മുടെ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെയെന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവ് മാത്രമല്ല, ഞാനും നിങ്ങളും ഒരുമിച്ച് അവരോടൊരുമിച്ച് ഭൂമിയിലേക്ക് വരുവാനുള്ള സംഗതികളാണ് സമയമായി എന്ന് നമുക്ക് ചിന്തിക്കാം. 70 AD മുതൽ 1948 വരെ ഈ ഭൂമിയിൽ ഇല്ലാതിരുന്ന ഒരു രാജ്യം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്ന പോലെ ഒരു ജാതി ഒരു ദിവസം കൊണ്ട് പിറന്നു, ഒരു രാഷ്ട്രം ഒരു ദിവസം കൊണ്ട് പിറന്നു. ലോകരാഷ്ട്രങ്ങള് അവരെ കണ്ട് അന്തിച്ചു, അവരെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് നമുക്കറിയാം. 1948 മെയ് മാസം 14 വരെ രാജ്യത്വം അവര് രാജ്യമായെന്ന് വരികയിൽ അതിന്റെ 15ാമത്തെ ദിവസം മുതൽ ലോകരാഷ്ട്രങ്ങള് മുസ്ലിം രാജ്യങ്ങൾ ചുറ്റും കിടന്നിട്ട് അവരോട് പടപൊരുതി. ഇന്നും പടപൊരുതിയാണ്. കാരണം അവരെ ഇല്ലായ്മ ചെയ്യണം. പക്ഷേ നമുക്കൊന്നറിയാം, നമ്മുടെ കർത്താവ് അവരുടെ കർത്താവാണ്. യഹോവയായ ദൈവം അവരുടെ ദൈവമാണതുകൊണ്ട് അവരെ ന്യായം വിധിക്കുവാനായിട്ട് ദൈവം ആരെയും അനുവദിച്ചിട്ടില്ല. ചെറിയതായിട്ടുള്ള യുദ്ധങ്ങളും ഈ സംഭവങ്ങളൊക്കെ നടക്കുമെന്നാൽ നമ്മളുടെ കർത്താവ് അവൻ പൊരുതുവാനായിട്ട് സ്വർഗം തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണഗ്നിജ്വാല, തലയിൽ അനേകം രാജകുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനമെന്ന് പേർ പറയുന്നു. നമ്മുടെ കർത്താവ് വചനം ജഡമായി തീർന്ന കർത്താവ്. യോഹന്നാൻ അപ്പോസ്തലൻ ക്രിസ്തുവിന്റെ മഹത്വത്തെ കുറിച്ച് പറയുമ്പോൾ അതാണ് പറയുന്നത്. വചനം ജഡമായി തീർന്ന കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് മനുഷ്യരുടെ ഇടയിൽ പാർത്തവൻ രണ്ടാമത് വരികയാണ്. ലോകത്തിൽ ജനങ്ങളുടെ മധ്യത്തിൽ മനുഷ്യരുടെ ഇടയിൽ പാർക്കുവാനായിട്ട്. നോക്കുക, എത്ര ശ്രേഷ്ഠമേറിയ ഒരു വാഗ്ദത്തമാണെന്ന് ഞാനിവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഒന്ന് നമുക്കറിയാം, നാം ലോകത്തെ ഭരിക്കുവാനായിട്ട് ദൈവത്തോടൊരുമിച്ച് ക്രിസ്തുവിനോടൊരുമിച്ച് ലോകത്തെ ഭരിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജകീയ പുരോഹിതവർഗമാണ്, രാജാക്കന്മാരാണ്, ദൈവത്തിന്റെ പ്രത്യേക ജനമാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് ചിന്തിക്കുക. നാളുകൾ അധികമില്ല.
ലോകത്തിന് വേണ്ടി ജീവിക്കുവാനല്ല, കർത്താവിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും, എങ്ങനെ ആയിരിക്കണം എന്റെ ജീവിതമെന്ന് ഞാൻ ചിന്തിക്കേണ്ട കാലം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. എങ്ങനെയും ജീവിക്കുവാനായില്ല, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ. തമ്മിൽ പിണക്കവും ഈർഷ്യയും കൊണ്ടല്ല, സ്നേഹവും സൗഹാർദ്ദവും കൊണ്ട് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് ഞാനും നിങ്ങളും. അതിനായിട്ടാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. കൊണ്ട് സഹോദരങ്ങളോട് ക്ഷമിക്കുവാനും സഹോദരങ്ങളോട് സൗഹാർദ്ദമുള്ളവരായിരിക്കാനും നമുക്ക് സാധിക്കുമോ പ്രിയമുള്ളവരെ? ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ക്രിസ്തു വിശ്വാസികൾക്ക് ലോകമല്ല എതിരായിട്ട് നിൽക്കുന്ന, മറിച്ച് ഈ സഭയ്ക്കുള്ളിൽ ജീവിക്കുന്ന വിശ്വാസികൾ തന്നെയാണ് അവർക്കെതിരായി നിൽക്കുന്നത്. കാരണം ശത്രു അവരെ ഉപയോഗിക്കുകയാണെന്നുള്ള സത്യം മനസ്സിലാക്കാതെ തമ്മിൽ വെറുക്കുവാനും പഴിക്കുവാനും ദുഷിക്കുവാനും പരദൂഷണം പറയുവാനും മനുഷ്യരെ വെറുക്കുവാനും ഒക്കെയുള്ള താല്പര്യം സഭയ്ക്കുള്ളിലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ലോകത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച് അനേക വ്യക്തികൾ ജീവിക്കുന്നുണ്ടായിരിക്കാം സുവിശേഷത്തിന് വേണ്ടിയിട്ട്. ഒരുപക്ഷെ അനേകർ ജയിലുകളിൽ കഴിയുന്നുണ്ടായിരിക്കാം. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുതലും കാവലും അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ലോകത്തിൽ അനേക സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നത്, മറിച്ച് നമ്മുടെ കർത്താവിന്റെ നല്ല അറിവോടുകൂടിയാണ് സംഭവിക്കുന്നത്. ഇസ്രായേൽ നടക്കുന്ന യുദ്ധമാകട്ടെ, വയനാട്ടിൽ നടക്കുന്ന വെള്ളപ്പൊക്കമാകട്ടെ, ഉരുൾപൊട്ടലാകട്ടെ, ഈ ലോകത്തിൽ നടക്കുന്ന പട്ടിണിയും ഈ ലോകത്തിൽ നടക്കുന്ന സകലവിധമായിട്ടുള്ള വ്യാധികളും, ഇതെല്ലാം ദൈവിക കാര്യപരിപാടികൾ ദൈവം സൂക്ഷിച്ചിട്ടുള്ള വസ്തുതയാണ്. എന്നാൽ എനിക്ക് നിങ്ങൾക്കും ഇത് കണ്ട് ഭയപ്പെടുവാനായിട്ടല്ല, ക്രിസ്തുവിനെ കൂടാതെ ജീവിക്കുന്ന ജനത്തെ കണ്ട് കരയുവാൻ ഇന്ന് നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് ലോകജനതയ്ക്ക് ഒഴിഞ്ഞു പോകാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ന്യായവിധിയിൽ ഒഴിഞ്ഞു പോയവനാണെന്ന് ലോകത്തോട് എനിക്ക് വെളിപ്പെടുത്തിയിട്ടിരിക്കുന്നു. അതാണ് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ. അത് നടപടിയായിട്ട് ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മൾ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് വെള്ളക്കുതിരപ്പുറത്ത് രാജാവായി കർത്താവായിട്ട് വെളിപ്പെടുവാനുള്ള നാളുകൾ അടുത്തിരിക്കുന്നു. അവനോട് ഒരുമിച്ച് ലോകത്ത് പ്രത്യക്ഷപ്പെടുവാൻ നമുക്ക് ആശയോടെ കാത്തിരിക്കാമെന്ന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.